MSC എൽസ 3 എന്ന കപ്പൽ 643 കണ്ടെയ്നറുകളുമായി കൊച്ചി കടലിൽ മുങ്ങിയത് 2025 മെയ് 24-ന്. ആഴ്ചകൾക്കുള്ളിൽ തന്നെ, അതായത് 2025 ജൂൺ 9-ന് MV വാൻഹായ് 503 എന്ന കപ്പൽ പൊട്ടിത്തെറിയും. അതീവ അപകടകരമായ രാസവസ്തുക്കളുടെ സാന്നിധ്യം ഈ കപ്പലുകളിലെ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നുവെന്നത് കാർഗോ മാനിഫെസ്റ്റും മറ്റു പഠനങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട്. കടൽ ആവാസ വ്യവസ്ഥയെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പാരിസ്ഥിതിക ദുരന്തം മാത്രമല്ല ഇത്. തീരദേശ ജനതയെയും അവരുടെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തെയും ഭീതിയിലാഴ്ത്തുന്ന ഒരു ദുരന്തം കൂടിയാണിത്. കേരള സർക്കാർ ഇതിനകം തന്നെ ഈ കപ്പൽ ദുരന്തത്തെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. താൽക്കാലിക നഷ്ടപരിഹാരമായി മത്സ്യത്തൊഴിലാളികൾക്ക് 1000 രൂപയും 6 കിലോ അരിയും പ്രഖ്യാപിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതൊക്കെ ചർച്ചയാകുന്നുണ്ട്. എന്നാൽ ഈ കപ്പൽ ദുരന്തം മൂലമുണ്ടായ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ എവിടെയും ചർച്ചയാകുന്നില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് ഈ കപ്പൽ ദുരന്തം മൂലമുണ്ടായ ആശങ്കകളും മത്സ്യത്തൊഴിലാളികൾ സർക്കാരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനുള്ള ശ്രമമാണ് CRC ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്.